Yes, sir. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീന് കാണുന്നുണ്ടോ? സ്ക്രീന് കാണാമോ? കാണാം. എഴുതുന്നത് കാണാമോ? എഴുതുന്നത് കാണാമോ? കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓവർ ടു പ്രസാദ് സർ. Good evening all. Good evening. ഇന്ന് നമ്മൾ പുതിയൊരു മോഡലാണെന്ന് ക്ലാസ്. അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. കാരണം ഇവിടെ റൈറ്റിംഗ് ടാബ് ബോർഡ് യൂസ് ചെയ്തിട്ടാണ്, ബോർഡല്ല ടാബ് യൂസ് ചെയ്തിട്ട് വേക്കണ്ട. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിലെ കുറച്ച് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് അല്ല, ഇത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എടുക്കാൻ ഉള്ള കുറേ ടോപ്പിക്കും കൂടെ കവർ ചെയ്യും. ഇന്ന് ഏത് സബ്ജക്റ്റ് പറഞ്ഞിട്ടുള്ളത് ഞാനത് നോക്കിയില്ല കേട്ടോ. ഞാൻ വളരെ തിരക്കിലായിരുന്നു, യാത്രയിലായിരുന്നു. ജസ്റ്റ് ഇപ്പം എത്തിയിട്ടുള്ളൂ. ഒരു തലശ്ശേരി വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. അപ്പം അത് കാരണം യാത്രയിലായതുകൊണ്ട് തന്നെ ക്ലാസ് വളരെ ലേറ്റായി പോയി. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഏതാണ്? കമ്മ്യൂണിക്കേഷൻ തന്നെയാണോ അതോ PDC ആണോ? ഇന്ന് സർ പറഞ്ഞിരുന്നു സർ, അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. ഇതിനകത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് കുറച്ച് നേരത്തെ വന്നിട്ട് ഇതൊന്ന് സെറ്റ് ആവണം എന്ന് വിചാരിച്ചത്. കാരണം ഈ ഡിവൈസ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ എത്രത്തോളം ഇത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയാണ്, അതുപോലെ എഴുതുവാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The IF for FM receiver is the IF. ഓഡിയോ കട്ടാവുന്നുണ്ട് സർ. ഓഡിയോ കട്ടാവുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? അത് നിങ്ങളുടെ കട്ടാവുന്നില്ല. അത് ഇവിടെ നല്ല നെറ്റ് എല്ലാം സ്ട്രോങ് ആണ്. ഇവിടെ ബ്രോഡ്ബാൻഡ് ആണ്, അതുകൊണ്ട് ഇവിടുത്തെ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. IF ക്വസ്റ്റ്യൻ ഇതാണ്. IF for intermediate frequency for FM receiver. Okay, IF for FM receiver is okay. Option A 45 problem തന്നെയാണ്. Option A 45 kilohertz. 45 kilohertz. Okay. Option B 144 megahertz. Option C 10.7 megahertz. 10.7 megahertz. Option D 98.7 megahertz. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ നോക്കേണ്ട ആവശ്യമില്ല, വളരെ
മോശമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഓഡിയോ മാത്രം ശ്രദ്ധിച്ചാൽ മതി. The IF for FM receiver is, okay, കറക്റ്റ് ഓപ്ഷൻ ഏതാ പറയൂ? ഇത് കേരള PSC 2014 ക്വസ്റ്റ്യൻ ആണ്. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ? സി ആണ്. സി, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. IF ഫോർ AM റിസീവർ ഈസ്, കൊമേഴ്സ്യൽ AM റിസീവറിൽ IF എത്രയാണ് വരുന്നത്? 455 kilohertz. Yes, 455 kilohertz. Okay, IF frequency for FM receiver is 10.7 megahertz, and IF frequency for AM receiver is 455 kilohertz. ഓർത്തിരിക്കുക കേട്ടോ, ഈ രണ്ട് വാല്യൂസ് ഓർത്തിരിക്കുക. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ IF എന്ന് പറയുന്നത് എന്തായിരുന്നു? What is IF? Intermediate frequency. Actually, intermediate frequency എന്താ മീൻ ചെയ്യുന്നത്? It is the difference between the input frequency, signal frequency, and the local oscillator frequency in the super heterodyne receiver. Okay, that is the difference between input signal frequency at the receiver and the local oscillator frequency. അപ്പോൾ ആ ഡിഫറൻസ് ആണ്. ഇതിനകത്ത് യൂഷ്വലി ഏതാണ് ഹയർ ആയിട്ട് വരിക? ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ആണോ സിഗ്നൽ ഫ്രീക്വൻസി ആണോ ഹയർ ആയിട്ട് വരുന്നത് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ? യൂഷ്വലി local oscillator frequency is higher than, so FIF is, okay, FLO minus F5. Okay, ready ആയി വരുന്നുണ്ട്, പക്ഷേ ടൈം എടുക്കും. So FIF is equal to FLO minus FIF. This is usual condition. എല്ലാ കേസിലും അത് അപ്ലിക്കബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടാവും FIF is in some case it may be FI minus FLO, ഇങ്ങനെ തരാം. ഓക്കെ, different case. Okay, this is a different case. So question അനുസരിച്ചായിരിക്കാം ചിലപ്പോൾ നമ്മൾ IF ഫ്രീക്വൻസി എടുക്കേണ്ടത്. That may be നമുക്ക് ഇങ്ങനെ പറയാം, it is the difference between input signal frequency and local oscillator frequency. ക്ലിയർ ആയോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്. What is IF frequency? What is the value of IF frequency for AM receiver and FM receiver? Okay, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് TV ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് TVയിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ദ പ്രൈമറി കളേഴ്സ് യൂസ്ഡ് ഇൻ കളർ ടെലിവിഷൻ. ദ പ്രൈമറി കളേഴ്സ്, ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, അതിനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക ഞാൻ പറയുന്ന അനുസരിച്ച്. ദ പ്രൈമറി കളേഴ്സ് യൂസ്ഡ് ഇൻ കളർ ടെലിവിഷൻ ആർ. പ്രൈമറി കളേഴ്സ് യൂസ്ഡ് ഇൻ കളർ ടെലിവിഷൻ ആർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയല്ലോ എല്ലാവരും. ഓപ്ഷൻസ്: എ റെഡ്, ഗ്രീൻ, യെല്ലോ. റെഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ. ഓപ്ഷൻ ബി റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓപ്ഷൻ സി റെഡ്, ബ്ലൂ, വയലറ്റ്. റെഡ്, ബ്ലൂ, വയലറ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി റെഡ്, ബ്ലൂ, ഓറഞ്ച്. റെഡ്, ബ്ലൂ, ഓറഞ്ച്. ഓപ്ഷൻ കിട്ടിയല്ലോ. ഇത് കേരള PSC 2014 ക്വസ്റ്റ്യൻ ആണ്. ഇത് കളർ ടെലിവിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കളർ ടെലിവിഷനിൽ ഈ കളേഴ്സ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് 3 ബേസിക് കളേഴ്സിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ബേസിക് കളേഴ്സ് ആയിട്ട് 3 കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഇന്റൻസിറ്റിയിലുള്ള അല്ലെങ്കിൽ അതിന്റെ മിക്സിങ്ങിലുള്ള ഡിഫറൻസ് ആണ്. അതായത് പ്രൊപ്പോർഷൻ എത്രയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഡിഫറൻസ് അനുസരിച്ചാണ് വേരിയസ് കളേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. പ്രൈമറി കളേഴ്സ് യൂസ്ഡ് ഇൻ കളർ ടെലിവിഷൻ ആർ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏതാണ് നിങ്ങൾ ഓപ്ഷൻ പറഞ്ഞോളൂ. ഓപ്ഷൻ പറഞ്ഞോളൂ. ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായാലും.
ആർക്കും അറിയില്ല? Red, green, blue. Yes, red, green, blue. Yes. Option B is correct. Red, green and blue. Okay, കളറിന്റെ മിക്സിങ്ങിൽ നമ്മൾ പഠിക്കുന്നതാണ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. അപ്പോൾ അത് ടെലിവിഷനിലും അപ്ലിക്കബിൾ ആണ്. സോ പ്രൈമറി കളേഴ്സ് ആർ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെ 3 കളേഴ്സിന്റെ മൂന്ന് ഡോട്ട്സ് ആണ് ഉണ്ടാവുക. റെഡ് ഡോട്ട് ഉണ്ടാവും, ഗ്രീൻ ഡോട്ട് ഉണ്ടാവും, അതുപോലെ ബ്ലൂ ഡോട്ട് ഉണ്ടാവും. ഇതിനെ 3 ഇലക്ട്രോൺ ഗൺ വെച്ചിട്ടാണ് ഇതിനെ 3നെയും ഇല്യൂമിനേറ്റ് ചെയ്യുന്നത് അല്ലേ? There will be 3 electron gun. പഴയ മോഡൽ CRT യൂസ് ചെയ്തിട്ടുള്ള കളർ ടെലിവിഷൻ പിക്ചർ ട്യൂബിനകത്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. കളർ ടെലിവിഷൻ പിക്ചർ ട്യൂബിനകത്ത് എത്ര ഇലക്ട്രോൺ ഗൺസ് വരും? There will be 3 electron guns. Okay, one for green dot, another for red dot and third one for blue dot. അപ്പോൾ ഇതിനെ 3നെയും ഇലിമിനേറ്റ് ചെയ്യിക്കുന്നത് ഈ 3 ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ പർപ്പസ് ഓഫ് തേർഡ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ലിമിറ്റർ സ്റ്റേജ് ഇൻ FM റിസീവർ ഈസ്. ദ പർപ്പസ് ഓഫ് ലിമിറ്റർ സ്റ്റേജ് ഇൻ FM റിസീവർ ഈസ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ലിമിറ്റർ സ്റ്റേജ് ഇൻ FM റിസീവർ ഈസ്. ഓപ്ഷൻ എ, to limit the frequency variation in the FM signal. Option A, to limit the frequency variation in the FM signal. Option B, to give a boost to high frequency signals. Option B, to give a boost to the high frequency signals. Option C, to limit the amplitude variations in the FM signal. Option C, to limit the amplitude variations in the FM signal. Option D, all of the above. All of the above. Okay? All of the above. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? C ആണ് കറക്റ്റ്. യെസ്, ടു ലിമിറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ഇൻ FM സിഗ്നൽ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. Why we are limiting this amplitude in FM signal? Why amplitude variation in FM signal occur? Why are we using limited stage? ഇതിന്റെ പർപ്പസ് ആണ് പറഞ്ഞത്. നോയ്സ് അല്ലേ? അപ്പോൾ FM-നകത്തുള്ള നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും കൂടുതൽ നോയ്സ് എഫക്ട് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ആയിട്ടാണ്. ആ നോയ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് FM signal is passed through an amplitude limiter before demodulation. മറ്റൊരു പോയിന്റ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഗീവ് ബൂസ്റ്റ് ദ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ അത് FM ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേം ഏതാണ്? പ്രീ എംഫസിസ്. കറക്റ്റ് ആണ് പ്രതീഷ്. പ്രീ എംഫസിസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, പക്ഷെ അത് എവിടെയാണ് ചെയ്യുന്നത്? വേർ ഈസ് പ്രീ എംഫസിസ് ഡൺ ഇൻ FM സിസ്റ്റം? ട്രാൻസ്മിറ്റർ സൈഡ്. അതില് സ്പെസിഫിക് ആയിട്ട് എവിടെ ചെയ്യുന്നു? സ്വപ്ന പറയൂ. IF-ന് മുമ്പാണ്, LO-ക്ക് മുമ്പല്ലേ? IF എന്ന് പറഞ്ഞാല് റിസീവർ സൈഡിലല്ലേ IF? അല്ല, സോറി, മീൻസ് കാരിയർ ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നതിന് മുന്നേ ആണോ? അതെ, ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ബിഫോർ മോഡുലേഷൻ. ഓക്കെ, പ്രീ എംഫസിസ് ഈസ് ഡൺ ബിഫോർ മോഡുലേഷൻ. ഓക്കെ, പ്രീ എംഫസിസ് ഈസ് ഡൺ ഓൺ മോഡുലേറ്റിംഗ് സിഗ്നൽ ബിഫോർ മോഡുലേഷൻ. മോഡുലേഷന് മുമ്പേ ചെയ്യണം പ്രീ എംഫസിസ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ റിസീവറിൽ എപ്പോഴാണ് ചെയ്യുന്നത്? ആഫ്റ്റർ ഡിമോഡുലേഷൻ. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കണം. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പ്രീ എംഫസിസ് ഈസ് ഡൺ, ഇറ്റ് ഈസ് എ ബൂസ്റ്റിംഗ് ഓഫ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ഇൻ ദ മെസ്സേജ്, ആൻഡ് ദിസ് ഈസ് ഡൺ ബിഫോർ മോഡുലേഷൻ, ആൻഡ് de-emphasis is done after demodulation, that is in the receiver. Okay, ഇതുമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു പറഞ്ഞ കാര്യം. ഓക്കെ, റെഡി ആണല്ലോ? സോ അതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. തേർഡ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ TV ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്.
The deflection of electron beam in a picture tube is achieved by. The deflection of electron beam in a picture tube is achieved by. The deflection of electron beam in a picture tube is achieved by option A, electromechanical means. Option A, electromechanical means. Option B, electrostatic means. Option B, electrostatic means. Option C, electromagnetic means. Electromagnetic means. Option D, none of the above. Option D, none of the above. നിങ്ങൾ പിക്ചർ ട്യൂബ് ഈ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിക്ചർ ട്യൂബ് ഏതെങ്കിലും ഷോപ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പിക്ചർ ട്യൂബ് ഇലക്ട്രോണിക് ഷോപ്പിൽ. അപ്പൊ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. പിക്ചർ ട്യൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ സംഭവം ഇലക്ട്രോൺ ഗണ്ണൊക്കെ കാണിച്ചിട്ടുള്ളത്. അതിന് ചുറ്റും നമുക്ക് എന്ത് കാണാൻ പറ്റും? കോയിൽസ് കാണാൻ പറ്റും. കോയിൽ. ഈ കോയിൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. Electromagnetic means. യെസ്, ഇലക്ട്രോമാഗ്നറ്റിക് മീൻസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പക്ഷെ നമുക്ക് ഓസിലോസ്കോപ്പിൽ ഇലക്ട്രോമാഗ്നറ്റിക് മീൻസ് അല്ല. അത് ഏത് മെത്തേഡിലാണ് ഇലക്ട്രോൺ ഡിഫ്ലക്ഷൻ ഒക്കെ ചെയ്യുന്നത്? നമ്മൾ വോൾട്ടേജ് മാത്രമല്ല കൊടുക്കുന്നത് ഉള്ളൂ. Electrostatic. ഇലക്ട്രോസ്റ്റാറ്റിക് മീൻസ്. ഓക്കെ, അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇലക്ട്രോമാഗ്നറ്റിക് മീൻസ് പറഞ്ഞാൽ കോയിൽ യൂസ് ചെയ്തിട്ട് പുറത്തു കൂടെ ഈ കോയിൽ ഉണ്ടാവും. ഈ കോയിലാണ് ഫോക്കസിങ്ങിന് വേണ്ടിയിട്ടും ഇലക്ട്രോൺ ബീമിനെ ഡിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് മീൻസ് ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് മീൻസ് അതായത് കോയിൽ യൂസ് ചെയ്തിട്ടാണ്. കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് മാറും. ഈ മാഗ്നറ്റിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോൺ ബീമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അത് നമുക്കറിയാലോ. മൂവിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കറണ്ടാണ്. കറണ്ടും മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇന്ററാക്ട് ചെയ്യും. ദർ വിൽ ബി ഫോഴ്സ് ഓൺ ദ ഇലക്ട്രോൺ ബീം. ഫോഴ്സ് കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. താഴേക്കും മേലേക്കൊക്കെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. അതിന് എന്താണ് ഫോർമുല? ഒരു ഇലക്ട്രോൺ മാഗ്നറ്റിക് ഫീൽഡിൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് എഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ബി മാഗ്നറ്റിക് ഫോഴ്സ് കാണാൻ ഇ ഇൻറ്റു ബി വി അല്ലേ? ബി ക്രോസ് ബി ആണ്. ബി ക്രോസ് ബി. ഞാനത് സിംപിളി ഒരു സ്കെലാർ ആയിട്ട് എഴുതുകയാണ്. മാഗ്നിറ്റ്യൂഡ് വിൽ ബി ദിസ് വാല്യൂ. സൈൻ തീറ്റ എന്നുള്ള ഫോർമുല ഉണ്ടാവും. ഓക്കെ, സൈൻ തീറ്റ ഈസ് ദ angle between magnetic field and V. Okay, if this angle theta is the angle between B and V. Okay, ഇപ്പോൾ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക. Okay, so FB will act in this direction. Okay, so this is the vector quantity. അപ്പോൾ അതിനകത്ത് ഫോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫീൽഡ്. മൂവിങ് ചാർജിന്റെ മുകളിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡിനെ ഫോഴ്സ് ഉണ്ടാക്കാൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പേജ് കിട്ടാത്തതുകൊണ്ടല്ല സർ. ഓക്കെ, നെക്സ്റ്റ് പേജ് ഞാൻ എഴുതിയാൽ വൃത്തിയാവാത്തതുകൊണ്ടാണ് അടുത്ത പേജ് ഒന്നും എടുക്കാത്തത്. യെസ്, yes. Next question. The color system used in India for television transmission is question number 5. Question number 5. Sorry. Question number 5. Question number 5 നിങ്ങൾ നോട്ട് ചെയ്യാം. എന്താണ് ഞാൻ പറഞ്ഞത്?
Color system used in color system used in India for TV transmission is. Question number 5 ആണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ is option A CCAM, CCAM. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി MESCAM, ഓപ്ഷൻ സി NTSC, SC ആണ് NTSC. ഓപ്ഷൻ ഡി PAL. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ ഓപ്ഷൻസ് ആണ്. ഓക്കെ, PAL. ഏതാണ്? PAL ആണ് അല്ലേ? PALന്റെ ഫുൾ ഫോം എന്ന് പറയാവോ? ആരാണ്? സ്വപ്ന. ഫേസ് Alternative line system. ഫേസ് ഓൾട്ടർനേറ്റീവ് ലൈൻ. ഓക്കെ, പാൽ അല്ലേ? ഓക്കെ, മറ്റ് സിസ്റ്റം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് പാലാണ്. NTSC സ്റ്റാൻഡ്സ് ഫോർ National TV System Committee. ടെലിവിഷൻ സിസ്റ്റം Committee. കമ്മിറ്റി. അതെവിടെ യൂസ് ചെയ്യുന്നത്? NTSC മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രാജ്യം ഏതാണ്? USA. ഓക്കെ, USA കൂടാതെ Canada, Japan. യെസ്. മറ്റൊന്ന് CCAM ആണ്. തേർഡ് വൺ ഇസ് CCAM. CCAMന്റെ ഫുൾ ഫോം എന്താണ്? Sequential color memory. ആൻഡ് മെമ്മറി അല്ലേ? ശരിക്കും ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണിത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സീക്വൻഷ്യൽ കളർ ആൻഡ് മെമ്മറി എന്നാണ് CCAM. ശരിക്കും ഫ്രഞ്ച് വേർഡിൻ്റെ ഒരു ഷോർട്ട് ഫോമാണത്. ഓക്കെ, എവിടെയാണ് അപ്പോൾ യൂസ് ചെയ്യുന്നത്? ആരാ ഡെവലപ്പ് ചെയ്തത്? France, USSR. ഫ്രാൻസ് ആണ്. പഴയ USSRന്റെ കുറേ രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് യൂറോപ്യൻ കൺട്രീസിലും. CCAM എന്ന NTSCയുടെ ഒരു ചെറിയൊരു NTSC ആദ്യം ഡെവലപ്പ് ചെയ്തത് NTSC ആണ്. പിന്നെ CCAM യൂറോപ്പിലെ ഈ NTSC ഫോളോ ചെയ്തില്ല. അവർ പിന്നെ പാലും അതുപോലെ CCAM ആണ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ഫ്രെയിംസ് ആയിട്ടാണല്ലോ ടെലിവിഷൻ പിക്ചർ നമുക്ക് കിട്ടുന്നത്. ഓരോ വീഡിയോ ഇൻഫർമേഷൻ കുറേ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ കുറേ അധികം ഫ്രെയിംസ് ഇങ്ങനെ കാണിച്ചിട്ടാണ്. NTSCയിൽ എത്രയാണ് നമ്പർ ഓഫ് ഫ്രെയിംസ് പെർ സെക്കൻഡ്? ഇൻ NTSC ഇറ്റ് ഈസ് നമ്പർ ഓഫ് frames per second is 30. Number of frames per second is 30. In PAL and CCAM, there will be 25 frames per second. Okay. Now each frame is divided into 2 fields. Okay. ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഒറ്റയടിക്കല്ല കാണിക്കുന്നത്. ഒരു ഫ്രെയിം എന്ന് പറയുന്നത് 2 ഫീൽഡായിട്ടാണ് കാണിക്കുന്നത് അല്ലേ? ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണ് ഇന്റർലേസ്ഡ് സ്കാനിങ്. അപ്പോൾ ഒരു ടെലിവിഷൻ റാസ്റ്ററിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ നമുക്ക് കുറേ അധികം ലൈൻസ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ ലൈൻസിന് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കാൾഡ് ഹൊറിസോണ്ടൽ സ്കാനിങ്. ഓക്കെ, എത്ര ലൈൻസ് ആണ് ഉണ്ടാവുന്നത്? നമ്മുടെ പാൽ സിസ്റ്റത്തിൽ എത്ര ലൈൻസ് ആണ് ഉള്ളത്? 625 lines. 625 ലൈൻസ് ആണ് ഉണ്ടാവുക അല്ലേ? കറക്റ്റ് അല്ലേ? 625 ലൈൻസിലെ പകുതി, അതിന്റെ ഹാഫ് എത്രയാണ് വരുന്നത്? 625ന്റെ ഹാഫ് 312.5. 312.5 lines are scanned. Number of lines are scanned in a field. അപ്പോൾ ഇത് ഒരു ഇന്റർലേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇന്റർലേസ്ഡ് സ്കാനിങ്. ഓക്കെ, സോ ടിവിയുടെ
ഓക്കെ, ടി വിയുടെ ഒരു സ്ക്രീൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ റാസ്റ്റർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ലൈൻസ് സ്കാൻ ചെയ്യും. ഫസ്റ്റ് ലൈൻ, ലൈൻ 1, then retrace line 2, etc. This is line 3, 12ാമത്തെ ലൈൻ അല്ലെങ്കിൽ 13ാമത്തെ ലൈൻ. അത് പകുതി വരെ സ്കാൻ ചെയ്യുള്ളൂ. അതിനുശേഷം സ്കാനിങ് എന്ന് പറയുന്നത് പിന്നീടുള്ള ലൈൻസിനെ ഇങ്ങനെ സ്കാൻ ചെയ്യും. ഓക്കെ, ഈ രീതിയിൽ സ്കാൻ ചെയ്യും. അപ്പോൾ ഫൈനലി എത്തുന്നത് ഈ രീതിയിൽ 625 lines will be scanned. Okay, so number of frames per second equal to 30 for NTSC. This is for NTSC. For Indian system, Indian system on number of frames per second is SECAM and PAL B എന്ന് പറയുന്ന സിസ്റ്റമാണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. 25 ആണ് വരുന്നത് ഫ്രെയിംസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇതിനെ എത്ര ഫീൽഡായിട്ട് ഡിവൈഡ് ചെയ്യും? നമ്പർ ഓഫ് ഫീൽഡ്സ് per second is equal to 2 into 25, that is equal to 50. Okay, 50 fields per second. So in NTSC there will be 60 fields per second, and in PAL system there are 50 fields per second. Okay, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇനി ഒരുപാട് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇത്ര ഓർത്തിരിക്കുക. ഏതൊക്കെ കൺട്രീസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഫ്രാൻസ് ആണ് ഇവിടെ പറഞ്ഞത്, റഷ്യ അത് പറഞ്ഞു, സിക്കാം, മെസ്കാം എന്നൊക്കെ പറയുന്നത് സിക്കാമിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് കേട്ടോ. മെസ്കാം, അതുപോലെ പാൽ എന്ന് പറയുന്നത് തന്നെ കുറേ അധികം വേർഷൻസ് ഉണ്ട്, കുറേ അധികം വേർഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്കാം കൂടുതലൊന്നും പറയാനില്ല അതിനെപ്പറ്റി. അടുത്തത് ഇതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഡൗട്ട് ചോദിച്ചോളൂ. ഇപ്പൊ LCD TV LED വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഇതേപോലെ ഈ ഇന്റർലൈസ്ഡ് സ്കാനിങ് ആണോ യൂസ് ചെയ്യണത്? അതുപോലെ ഫ്രെയിം പെർ സെക്കൻഡ്സ് ഇപ്പൊ 60 ഫ്രെയിം പെർ സെക്കൻഡ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു സംശയം. ഇത് ഇപ്പൊ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് HD TV എന്ന് പറയുന്ന ഒരു സംഭവമാണ്. HD TV. ഓക്കെ, HD TV അതിലും സ്കാനിങ് ഇതുപോലെ തന്നെയാണ്. ഇന്റർലൈസ്ഡ് ആൻഡ് സീക്വൻഷ്യൽ സ്കാനിങ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സ്കാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കൂടുതലും എത്ര പിക്സൽസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 720p എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രസീവ് സ്കാനിങ്, പ്രോഗ്രസീവ് എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ട് സ്കാൻ ചെയ്യുന്നതാണ്. ഈ 720p ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ നമ്മളിപ്പോ ചാനലൊക്കെ വെക്കുമ്പോ 720p 1080p ഉണ്ട്, I ഉണ്ട്, ഐയും കാണാം, 1080p എന്നൊക്കെ കാണാം. ഓക്കെ, മനസ്സിലാവണ്ടോ? ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ലൈൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ സ്കാൻ ചെയ്യുന്നുണ്ട്. സ്കാനിങ് തന്നെ പ്രോഗ്രസീവ് മീൻസ് ലൈൻ ബൈ ലൈൻ, ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന്. I stands for interlaced. Okay, scanning is interlaced. Okay, മനസ്സിലാവുന്നുണ്ടോ? ഇതില് ഈ ഓരോ ലൈനില് എത്ര പിക്സൽ എലമെന്റ് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്കാണ് 1080 അല്ലെങ്കിൽ 720 എന്നൊക്കെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് 720-നേക്കാളും ബെറ്റർ ആയിരിക്കുമല്ലോ അല്ലെ? 1080 പിക്സൽ എലമെന്റ്സ് ഒരു ലൈനിൽ തന്നെ വരുമ്പോൾ ഇതുപോലെ കുറെ ലൈൻസ് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ PI എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോഗ്രസീവ് ആൻഡ് ഇന്റർലൈസ്ഡ് എന്നുള്ള സംഭവം തന്നെയാണ്. അപ്പൊ സ്കാനിങ് ഓപ്പറേഷൻ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പിക്സലിന്റെ എണ്ണം നമുക്ക് ചില അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പിന്നെ
പല ടെലിവിഷൻ ചാനൽ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ തന്നെ 720p ആയിട്ടും 1080. ഇപ്പൊ ഈ HD ചാനലൊക്കെ വരുമ്പോൾ എന്തായാലും 1080 ഐയിലേക്കും പിയിലേക്കും 1080p പ്രോഗ്രസീവ് സ്കാനിങ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലും പ്രോഗ്രസീവ് ആൻഡ് ഇന്റർലൈസ്ഡ് എന്നുള്ള രീതിയിൽ സ്കാനിങ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസ്പ്ലേ ടെക്നോളജി ഏതായാലും ഇപ്പൊ LCD ആണെങ്കിലും LED ആണെങ്കിലും ഇതേ സ്കാനിങ് പ്രോസസ് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനല്ലാതെ നമുക്ക് ഒരൊറ്റ ഇൻസ്റ്റന്റിൽ നമുക്ക് എന്തായാലും ഒരു പിക്ചർ ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈച്ച് ആൻഡ് എവരി. പക്ഷെ ഇത് വളരെ ഷോർട്ട് ഡ്യൂറേഷനിലാണ് ഓരോ ലൈനും സ്കാൻ ചെയ്യുന്നത്. ഇപ്പൊ അതിലൊരു കണക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ 50 ഫീറ്റ്സ് പെർ സെക്കൻഡ് വരുന്നില്ലേ, അതില് ഒരു സെക്കൻഡിൽ 50 ഫീൽഡ് ഒരു സെക്കൻഡ് ഞാൻ കണക്ക് പറയാം, ഒരു സെക്കൻഡിൽ 50 ഫീൽഡ് സ്കാൻ ചെയ്യുന്നുണ്ട്. ഓരോ ഫീൽഡ് എന്ന് പറഞ്ഞാല് 312.5 ലൈൻസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ലൈൻസ് സ്കാൻഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1562 ലൈൻസ് ആയിരിക്കും ഒരു സെക്കൻഡിൽ സ്കാൻ ചെയ്യുന്നത്. വളരെ ഹൈ വാല്യൂ ആണ്. നമുക്ക് കണ്ണിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ ലൈൻസ് സ്കാൻ ചെയ്യുന്നൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മൾ ആ പിക്ചർ ആ ഒരു ഇൻസ്റ്റന്റില് ആ പിക്ചർ അതേപോലെയാണ് നമ്മുടെ ഇതിൽ വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ഫീൽഡിന്റെ സ്കാനിങ് റേറ്റ് കുറയുമ്പോൾ നമ്മുടെ കണ്ണിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഓരോരോ പിക്സലായിട്ടാണ്, പിക്സൽ അല്ല ഫ്രെയിംസ് ആയിട്ടാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫ്ലിക്കർ എന്ന് പറയുന്നത്. ഫ്ലിക്കർ. ഓക്കെ, ഫ്ലിക്കർ എന്ന് പറയുന്നത് നമുക്ക് ഇത് ചാടി പോകുന്നത് പോലെ തോന്നും, ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. അപ്പൊ അത് ഫ്ലിക്കർ എന്നാണ് പറയുന്നത്. അപ്പൊ ഫ്ലിക്കർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇന്റർലൈസ്ഡ് സ്കാനിങ് വെച്ചിട്ട് ഡബിൾ ആയിട്ട് കാണുന്നത്. നമ്പർ ഓഫ് 50 ഫീറ്റ് പെർ സെക്കൻഡിലേക്ക് വരുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതിക്കുന്നു. നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. ആരാണ് പറഞ്ഞത്? സ്വപ്ന അല്ലായിരുന്നോ? ഏതാണ് ഓപ്ഷൻ പറഞ്ഞത്? പാൽ അല്ലേ? കളർ ടെലിവിഷൻ സിസ്റ്റം യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ് പാൽ. അതുപോലെ US ചോദിക്കുകയാണെങ്കിൽ NTSC സെക്കാം ഫ്രാൻസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫീൽഡ് ഫ്രീക്വൻസി ഇൻ പാൽ കളർ സിസ്റ്റം. ഫീൽഡ് ഫ്രീക്വൻസി ഇൻ PAL color system. Option A 50 hertz, field frequency in PAL color system. Option A 50 hertz. Option B 15,625 hertz. 15,625 hertz. Option C 60 hertz. Option D 25 hertz. Correct option ഏതാ പറയൂ? ഫീൽഡ് ഫ്രീക്വൻസി. ഓപ്ഷൻ ബി. അല്ല, ഫീൽഡ് ഫ്രീക്വൻസി. ഓപ്ഷൻ എ 50 ഹെർട്സ്. യെസ്, ഫീൽഡ് ഫ്രീക്വൻസി ആണ് ചോദിച്ചത്. ലൈൻസിന്റെ ഫ്രീക്വൻസി അല്ല കേട്ടോ. ഒരു ഫീൽഡില് 312.5 ലൈൻസ് ആണ് വരുന്നത്. അപ്പൊ ലൈൻസിന്റെ ഫ്രീക്വൻസി ആട്ടോ 15,625 ഹെർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേത് ഓപ്ഷൻ ബി ആയിട്ട് വരുന്നത് എന്താണ്? സ്കാനിങ് റേറ്റ്, നമ്പർ ഓഫ് ലൈൻസ് സ്കാൻഡ് പെർ സെക്കൻഡ്. ലൈൻസ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ലൈൻസ് സ്കാൻഡ് പെർ സെക്കൻഡ് ഈസ് 15,625 ഹെർട്സ്. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കുക. ഫ്രെയിംസ്, ഫീൽഡ്, ലൈന്, ഇത് മൂന്നും ഡിഫറെന്റ് ആണ്. നമ്പർ ഓഫ് ഫ്രെയിംസ് പെർ സെക്കൻഡ് ഈസ് 25. നമ്പർ ഓഫ് ഫീറ്റ്സ് പെർ സെക്കൻഡ് ഈസ് 50, അതിന്റെ ഡബിൾ ആണ്. നമ്പർ ഓഫ് ലൈൻസ് പെർ സെക്കൻഡ് വിൽ ബി 312.5 into 50. അതാണ് 312.5 312.5 into 50 എത്ര വരുന്നത്? 10 into 5, 6,
15 ഇതല്ലേ കറക്റ്റ് അല്ലേ? മനസ്സിലായോ? this much horizontal lines per second. Okay, number of horizontal lines scanned per second is 15,625. അത് വന്നത് മനസ്സിലായല്ലോ. കാരണം ഒരു ഫീൽഡിനകത്ത് 312.5 ലൈൻസ് വരുന്നുണ്ട്, ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്നുണ്ട്. ഈ 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈൻ ആട്ടോ. അത് ഞാൻ ഈ വരച്ചതിൽ കാണിച്ചിട്ടുണ്ട്. ഹാഫ് ലൈനിൽ വെച്ച് എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. റിഫ്രഷ് റേറ്റ് ഇതല്ലല്ലോ. ഇല്ല, ഈ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ? അതല്ല, അത് വേറെ ഏതോ ഒരു സംഭവത്തിലാണല്ലോ റിഫ്രഷ് റേറ്റ്. ചില ഡിസ്പ്ലേയിൽ പറയില്ല 50-60 റീഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞിട്ട്. 60 അല്ലെങ്കിൽ 50 ഹെർട്സ് ഇപ്പൊ കൂടിയിട്ടുണ്ട്, 120 ഹെർട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നിട്ടില്ല. അത് നമ്മളിപ്പോ പുതിയ HD ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന, അതായത് പുതിയ സിസ്റ്റത്തിലൊക്കെ അല്ലേ, ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഈ സ്കാൻ ഇത് തന്നെയാണ്, ഈ ഫീൽഡിന്റെ റേറ്റ് തന്നെ ആയിരിക്കും. പ്രോഗ്രസീവായിട്ട് ഇന്റർലൈസിലൊക്കെ ആയിട്ട് വരുമ്പോൾ ഫീൽഡിന്റെ റേറ്റ് ആണ് പറയും. പ്രോഗ്രസീവ് ആവുമ്പോൾ അതിനകത്ത് സ്പെസിഫിക്കേഷൻ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? 50 അല്ലെങ്കിൽ ഏതൊക്കെയാണ്? 60. ഇപ്പൊ പുതിയ ഡിസ്പ്ലേയില് 120 വരെ 120 വരെയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ശരിയായിരിക്കും. ഓക്കെ, അതെ.